മലിക്കുൽ മുളഫർ പ്രൗഢിയുള്ള രാജാവായിരുന്നു. ആരാണ് മലിക്കുൽ മുളഫർ? ചരിത്രമറിയാതെ മുൻഗാമികളെ നമ്മൾ കുറ്റം പറയരുത്. മഹാനായ മലിക്കുൽ മുളഫറിന്റെ കാലത്താണ് തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ആയിരക്കണക്കിന് ആടുകൾ, കോഴികൾ, വിഭവങ്ങൾ തയ്യാറാക്കപ്പെട്ടു വലിയ മൗലിദ് നടക്കുന്നത്. അതിനെല്ലാം അപ്പുറം ഒരു മലിക്കുൽ മുളഫറുണ്ട്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരിയെ വിവാഹം ചെയ്ത മലിക്കുൽ മുളഫർ, ആത്മീയമായ ഔന്നിത്യം അടയാളപ്പെടുത്തിയ മലിക്കുൽ മുളഫർ, ഇസ്ലാമിക പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന മലിക്കുൽ മുളഫർ, അലറി വിളിച്ചു വന്ന കുരിശുപടയുടെ മുമ്പിൽ ആടാതെ പതറാതെ നിന്ന മലിക്കുൽ മുളഫർ, ബൈത്തുൽ മുഖദ്ദസ് വിമോചിപ്പിക്കാൻ മുന്നിൽ നിന്ന മലിക്കുൽ മുളഫർ, ഹിത്തീനിലെ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന മലിക്കുൽ മുളഫർ, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് നടത്തിയ മലിക്കുൽ മുളഫർ എന്ന രാജാവ്, അവര് വഫാത്താകുന്നത് പരിശുദ്ധ റമദാനിലെ 14-നാണ്. റമദാൻ 14-നാണ് അവർ ലോകത്തോട് വിട പറയുന്നത്. ഏതോ ഒരു രാജാവൊന്നുമല്ല, ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിച്ച പോരാളികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പേരാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചക നായകനാണത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു. എന്തുകൊണ്ടാ? അത്ര ആത്മീയ ശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു മലിക്കുൽ മുളഫർ. നൂറുദ്ദീൻ അസ്സംഗിയുടെ ഭരണം നടന്ന കാലം, ഇസ്ലാമിക പോരാട്ടങ്ങളുടെ കാലത്ത് ശക്തമായി അടിയുറച്ചു നിന്ന നായകൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻഗാമികളെ ആരെങ്കിലും അറിവില്ലാത്ത മനുഷ്യർ പറയുന്നത് കേട്ടിട്ട് മുൻഗാമികളെ തെറ്റിദ്ധരിക്കരുത്. ആ മനുഷ്യന്റെ കാലത്ത് അത്ര കാലമില്ലാത്ത പലരും അന്ന് മൗലിദ് നടത്തും. പക്ഷെ അതിനേക്കാളെല്ലാം പ്രൗഢിയുള്ള മൗലിദ് നടക്കുക അദ്ദേഹത്തിന്റെ ഭരണ ആധിപത്യത്തിനും രാജ്യത്തിന് കീഴിലുമാണ്. നമ്മുടെ നാട്ടിൽ പറയില്ല, നമ്മുടെ നാട്ടിൽ പലരും മൗലിദ് നടത്തും, പക്ഷേ ഏറ്റവും വലിയ മൗലിദ് ഇന്നയാളാണ് നടത്തുക. നമ്മുടെ നാട്ടിൽ പലരും നോമ്പുതറ നടത്തും, പക്ഷെ ഏറ്റവും വലിയ നോമ്പുതറ ഇന്നയാളുടേതായിരിക്കും എന്ന് പറയുന്നത് പോലെ മലിക്കുൽ മുളഫറിന്റെ ആ നബിദിനാഘോഷം അതൊരു വലിയ ആഘോഷമാണ്.